2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏത്? 2024 എന്ന വർഷം. നമ്മൾ ഇതിലത്തെ അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർത്തിയെടുക്കുക. അവസാനത്തെ രണ്ടക്കങ്ങൾ, അതായത് ഒറ്റയുടെയും 10ൻ്റെയും സ്ഥാനത്തക്കങ്ങൾ ചേർത്തിയെടുക്കുക. 24. നമ്മളതിനെ 4 കൊണ്ട് ഹരിച്ചു നോക്കൂ. 6 4 24. ശിഷ്ടം വരുന്നില്ല. അതായത് ഈ അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന സംഖ്യ എന്താണ്? 4ൻ്റെ ഗുണിതമാണ്. അപ്പോൾ ഒരു വർഷത്തെ അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന സംഖ്യ 4ൻ്റെ ഗുണിതമാവുകയോ അല്ലെങ്കിൽ ഈ അവസാന രണ്ടക്കങ്ങൾ 0 മതി, അവസാനത്തെ രണ്ടക്കങ്ങൾ 0 ചെയ്താൽ ആ വർഷം ലീപ്പ് ഇയർ അല്ലെങ്കിൽ അധിവർഷമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വർഷത്തിലെ അവസാന രണ്ടക്കങ്ങളും 0 ആകണം, അല്ലെങ്കിലോ അവസാന രണ്ടക്കങ്ങളും ചേർന്ന സംഖ്യ 4ൻ്റെ ഗുണിതമാവുകയോ ചെയ്താൽ ആ വർഷം അധിവർഷമായിരിക്കും. അടുത്തത്, അധിവർഷത്തെ കലണ്ടർ റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിച്ച് വരിക 28 വർഷം കൂടുമ്പോഴാണ്. അധിവർഷത്തെ കലണ്ടർ ഓരോ 28 വർഷം കൂടുമ്പോഴാണ് ആവർത്തിക്കുക. അപ്പോൾ 2024 കലണ്ടർ ഇനി എപ്പോഴാണ് ആവർത്തിക്കുക? ഇതിൻ്റെ കൂടെ 28 വർഷം കൂട്ടിയാൽ മതി. ഓരോ അധിവർഷത്തെയും കലണ്ടർ ഓരോ 28 വർഷം കൂടുമ്പോഴാണ് ആവർത്തിക്കുക. ഉത്തരം കാണാൻ നമുക്ക് തന്ന വർഷം 2024, അതിൻ്റെ കൂടെ 28 കൂട്ടിയ ഉത്തരം 2052 2024 കലണ്ടർ ആവർത്തിക്കുക.